നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിനു മുന്നേ ഒരുപാട് ടെൻഡറുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ടെൻഷനാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ടെൻഡറിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഗൗതം. ഗൗതം കൃത്യമായി വർക്ക്ഔട്ട് ചെയ്ത് ഏതൊരു കമ്പനിക്കും കോട്ട് ചെയ്യാവുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിന് തന്നെയാ ഗൗതം കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്റെ പ്രാർത്ഥനയുണ്ട്, അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ തൊഴിലാളികളുടെ പ്രാർത്ഥനയുണ്ട്. എനിക്ക് ഉറപ്പാ ഈ ടെൻഡറിൽ നമ്മൾ തന്നെ ജയിക്കും ഗൗതം. ദേ, നമ്മളിപ്പോ അവരുടെ ഓഫീസിൽ ചെല്ലും. ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രഖ്യാപനോ, ടെൻഡർ നേടിയിരിക്കുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണെന്ന്. എന്റെ പേടി ആ CK ചന്ദ്രബോസിന്റെ കാര്യത്തിലാ. ഈ ടെൻഡർ നേടാൻ വേണ്ടി ഏതറ്റം വരെ അയാൾ പോകുന്ന വിളിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത്. ഒരുപാട് ടെൻഡറുകളിൽ ഞാൻ ഈ CK ചന്ദ്രബോസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിധി, ആദ്യമായിട്ട് അയാൾ എന്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ ചലഞ്ച് ചെയ്തത്. ഒന്നുറപ്പാ, ഏത് കുതന്ത്രത്തിലൂടെയും അയാളത് നേടാൻ ശ്രമിക്കും. അയാൾ ഉപയോഗിക്കുന്നത് കുതന്ത്രങ്ങളല്ലേ, പക്ഷേ നേരും നിറയുമാണ് നമ്മുടെ വിജയം. വെറുതെ മൂഡ് ഓഫ് ആവണ്ട. ദൈവം നമ്മുടെ കൂടെയാ. വാ, നമുക്കിറങ്ങാം. വന്നേന്നേ, വെറുതെ ടെൻഷൻ അടിച്ചെന്ന് ഉള്ള സമയം കളയണ്ട. ഒന്ന് വാ സാറേ. പാർവതി, നീ ഒന്ന് നോക്കിയേ, ഇപ്പൊ തന്നെ സമയം ലേറ്റായി. അമ്മയാണെന്ന് കരുതി കല്യാണം കഴിഞ്ഞ മകന്റെ മുറിയിലേക്ക് എപ്പോഴും ചെന്ന് എത്തി നോക്കുന്നത് നല്ല സ്വഭാവമല്ല. ഇന്ന് ടെൻഡർ പൊളിക്കുന്ന ദിവസാ. സമയത്ത് അവിടെ എത്തണ്ടേ പാർവതി? അവൻ ചിലപ്പോ കളിച്ചിരിച്ച് അവിടെ തന്നെ അങ്ങ് നിൽക്കും. നീ ഒന്ന് ചെന്ന് നോക്ക്. ഗൗതമിന്റെ കാര്യത്തിൽ ഗോപിയേട്ടൻ പറഞ്ഞ ടെൻഷനൊന്നും എനിക്കില്ല. പോകേണ്ട സമയത്ത് പോകാനും നടത്തേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നടത്താനും അവനറിയാം. ഇപ്പോഴാണേ എനിക്ക് അവിശ്വാസം കുറച്ച് കൂടുതലാ. കാരണം കൂടെയുള്ളതേ നിധിയാ. അവൻ ഉഴപ്പിയാലും നിധിമോൾ അവനെ ഉഴപ്പാൻ സമ്മതിക്കില്ല. എന്താണ് രാവിലെ തന്നെ രണ്ടാളും കൂടി ഒരു ചർച്ച? നിധിമോളെ കുറിച്ചാണല്ലോ. ചർച്ചയൊന്നുമില്ല. നിങ്ങളെ ടെൻഡറിന് പോകാനായി കാണുന്നില്ലല്ലോ എന്ന് പറയായിരുന്നു ഞങ്ങൾ. ഞങ്ങളിത് ഇറങ്ങിയാച്ച. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ടെൻഡറിന് പോവാൻ കൃത്യസമയത്ത് തന്നെ ഗൗതമിനെ ഇറക്കിയതിനാണോ? അല്ല, ഇതെന്റെ അഡ്വാൻസ് കൺഗ്രാറ്റുലേഷൻസ് ആണ്. ഉറപ്പായും ഈ ടെൻഡർ നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടും. എന്റെ മോൻ ജയിക്കും. കൊടുക്കടാ കൈ. അമ്മേ, ഞാൻ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മയെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ബിസിനസ്സിൽ എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അമ്മയാ. ഓരോ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നത് അമ്മയാ. ഇൻഫാക്ട് ബിസിനസ്സിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അമ്മ മാത്രമാണ്. ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. അതൊന്നും വേണ്ട. ഗൗതമിന് ഈ ടെൻഡർ കിട്ടാൻ പാടില്ല. അവൻ തോൽക്കണം. വസു, മോന് നിന്റെ അനുഗ്രഹമൊന്നും വേണ്ടെന്ന് നീ പറഞ്ഞതെന്താ? ഇവന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനല്ലേ ഗൗതം പോകുന്നത്. ഇവനെ അനുഗ്രഹിച്ചു പറഞ്ഞു വിടുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? ഗൗതമിന് ജയിക്കാൻ എന്റെ അനുഗ്രഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ കഴിവാണ് പ്രധാനം. അത് ഗൗതമിന് വേണ്ടുവോളം ഉണ്ട്. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ജയവും പരാജയവും ഉണ്ടാവും. ബിസിനസ്സില് ജയങ്ങൾ മാത്രം നേടിയിട്ടുള്ളവനാണ് നീ. ഇത്തവണയും നീ ജയിക്കണം. ജയിക്കും. അതാണ് എന്റെ ആഗ്രഹം.
എന്റെ എല്ലാ പ്രാർത്ഥനകളും മോനുണ്ടാവും. താങ്ക് യു അമ്മേ. ഈ ടെൻഡറിനെ കുറിച്ച് ഇവന് പോലും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോ നമുക്കുണ്ടാവുന്ന കോടികളുടെ ലാഭം മാത്രമല്ല, ജപ്പാനിലെ തന്നെ ഒരു ലീഡിംഗ് ഫേമുമായി നമുക്ക് ഡയറക്റ്റ് ഡീൽ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രോജക്റ്റ് നേടുന്നതോടെ ഇന്ത്യയിലെ തന്നെ മുൻനിര കമ്പനികളുടെ കൂടിയാ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അതൊന്നും ഒരു ചെറിയ കാര്യമൊന്നുമല്ല. വസു നോക്കിക്കോ, വിത്തിൻ 5 years ഈശ്വരമംഗലം ഗ്രൂപ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിംഗ് കമ്പനിയായി മാറും. എനിക്ക് ഉറപ്പാണ്. ഇനിയും വർത്താനം പറഞ്ഞു നിന്ന് സമയം കളയണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. വാ ഗൗതം, നമുക്കിറങ്ങാം. അല്ല, ടെൻഡറിൽ പങ്കെടുക്കാനായി നിധിയും കൂടെ വരുന്നുണ്ടോ? ആ അതെ അമ്മേ, നിധി കൂടിയുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസാ. അത് മാത്രമല്ല, എന്റെ ഭാഗ്യജാതകത്തിന്റെ അടയാളമാണ് നിധി. നിധി കൂടിയുണ്ടെങ്കിൽ എനിക്ക് ഈ ടെൻഡർ ഉറപ്പായിട്ടും കിട്ടും. ഷീസ് മൈ ലക്കി ചാം. അല്ല, വസുന്ധരന്റെ പറയുന്നത് കേട്ടിട്ടെ ഈ ടെൻഡർ ഗൗതമിന്റെ ബിസിനസ് ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണെന്ന് തോന്നുന്നല്ലോ. ഇതുവരെ ഞാൻ ഒരുപാട് ടെൻഡറുകളിൽ വിജയിച്ചിട്ടുണ്ട്, ലാഭവും കൊയ്തിട്ടുണ്ട്. ബട്ട് ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂവാ. ഈ ടെൻഡർ എന്ന് പറയുമ്പോൾ CK ചന്ദ്രബോസ് വിജയിക്കുമെന്ന് എന്റെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചതാ. അയാൾ ജയിക്കാൻ പാടില്ലെന്ന വാശിയുണ്ട് എനിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ജയവും പരാജയമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഞാൻ തോൽക്കാൻ പാടില്ല. കാരണം എന്റെ അച്ഛനെ ഒരിക്കൽ ചതിച്ച് വിജയം നേടിയവനാ ചന്ദ്രബോസ്. എന്റെ മുന്നിലും അവൻ ജയിച്ച അത് വെറുമൊരു തോൽവിയാവില്ല, എന്റെ വലിയ തോൽവിയായി പോവത്. നീ ജയിക്കും മോനെ, ഇറങ്ങാൻ നോക്ക്. ആ അല്ല, അമ്മ ടെൻഡറിൽ പങ്കെടുക്കാൻ വരുന്നില്ലേ? ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ ഗൗതം? അമ്മ വരണം. ടെൻഡർ പൊട്ടിച്ച് ഞാനത് നേടിയെന്ന് കേൾക്കുമ്പോ അമ്മയും അവിടെ ഉണ്ടാവണം. ശരി, നീ ഇറങ്ങിക്കോ, ഞാൻ അങ്ങ് എത്തിക്കോളാം. ശരി അമ്മേ. ഞങ്ങൾ ഇറങ്ങാം. ശരി, ശരി അമ്മ, പോയിട്ട് പോയിട്ട് വരാം. അച്ഛാ. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് നടക്കണേ. ടെൻഷനുണ്ടോ ഗൗതമിന്? ഒരു ടെൻഷനും വേണ്ട, ഇതിൽ ഗൗതം തന്നെ ജയിക്കും. ഞാനല്ല ജയിക്കുന്നത്, നമ്മൾ ജയിക്കും.